അതെന്താ എന്റെ വെട്ടാത്ത Good evening. Good evening. How are you all? How are you all? Fine, ma'am. Okay, നമ്മള് almost 1, 2, 3, 4, 60 join. തുടങ്ങാം സാവധാനത്തില്. ഇന്ന് ഞാൻ ഒരു വോയിസ് അയച്ചതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് ഇന്ന് മുതൽ ഗ്രാമർ സെഷനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോവാണ്. പക്ഷെ പോർഷനിൽ നമുക്ക് ഇനിയും ലാസ്റ്റ് ഭാഗം റിസപ്ഷനിസ്റ്റ് ഏരിയ ഉണ്ട്, അതെടുക്കാം. പക്ഷെ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സെഷനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. അത് ഒരെണ്ണം ചെയ്താലോ ഒന്നോ രണ്ടോ മൂന്നോ ഒന്നും ചെയ്താൽ പോരാ. ബിക്കോസ് നമ്മളിപ്പോ ലിറ്ററേച്ചർ സെഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അല്ലെ, ഗ്രാമർ പഠിക്കാനുണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്രത്തോളം ഗ്രാമറിന് ഇമ്പോർട്ടന്റ് ഉണ്ട്, എത്രത്തോളം ഗ്രാമർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറെ പഠിച്ചു പക്ഷെ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് എനിക്ക് അറിയില്ല, ഇങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കും. Am I right? Yes, ma'am. Yes. അപ്പൊ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത്, ഫേസ് ചെയ്യേണ്ടി വരിക, അതുപോലെ തന്നെ ഞാൻ പഠിച്ച രീതികൾ ശരിയാണോ,
അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം, ഇങ്ങനെയുള്ള കുറച്ച് ഐഡിയകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഇന്ന് മുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വെക്കുന്നത്. ചിലപ്പോൾ ഇനി അടുപ്പിച്ച് ക്ലാസ്സുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഡിസ്കസ് ചെയ്താൽ പോരാ. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എസ്പെഷ്യലി അതിലെ ഗ്രാമർ സെഷൻസ് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഞാൻ ഓൾറെഡി എല്ലാവരും മ്യൂട്ട് ചെയ്യണം, ബിക്കോസ് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഓൾ ഓഫ് യു ഷുഡ് മ്യൂട്ട് യുവർ സ്പീക്കർ പ്ലീസ്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അബ്ദുൽ സലാം, ആൻഡ്രോയിഡ്, ബ്ലൂ. ഓക്കെ, നിവി ഞാനിപ്പോ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആരും ഓൺ ചെയ്യരുത്. എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ദാറ്റ് ടൈം നിങ്ങൾക്ക് ഓൺ ചെയ്യാം, ചോദിക്കാം. സംസാരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് തുടങ്ങി വെക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. പേടിക്കേണ്ട, എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്ത് നിങ്ങളെ ഇത് ഈസി ആക്കിയിട്ട് തന്നെ നിങ്ങൾ എക്സാമിനേക്ക് വിടും കേട്ടോ. സോ നമുക്ക്, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കാം, അതല്ല നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ സ്വിച്ച് ഓൺ ഓപ്പൺ ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെയും നോക്കാം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് സീനിയർ സെക്കൻഡറി എക്സാമിനേഷന്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് എന്നുള്ളതിന്റെ കോഡ് വരുന്ന 302. അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നതായിരിക്കും. 302 വെച്ചിട്ട്, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പേപ്പറിൽ ഈ കോഡ് അടിക്കാനുണ്ടാവും. അപ്പൊ ഇംഗ്ലീഷിന് നിങ്ങൾ അടിക്കേണ്ടത് 302 ആണ്. നമ്മൾ 3 മണിക്കൂറാണ് എക്സാം, 100 മാർക്കിന്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: 45 ക്വസ്റ്റ്യൻസ് ആണ് 2 പാർട്ടായിട്ട് വന്നിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ നേരെ മാർക്കുകൾ ഉണ്ടായിരിക്കും. പല മാർക്കിനും പല ക്വസ്റ്റ്യൻസിനും 1 മാർക്കായിരിക്കും, ചിലതിന് 2 മാർക്കായിരിക്കും, ചിലതിന് 3 മാർക്കായിരിക്കും, ചിലതിന് 4 മാർക്ക്, ചിലതിന് 5 മാർക്ക്. ഇങ്ങനെ പല ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ ദ ലാസ്റ്റ് വൺ, അതാണ് ഇമ്പോർട്ടന്റ്. ക്വസ്റ്റ്യൻസ് ഹാവ് ടു ബി അറ്റംപ്റ്റ് ഈദർ ഫ്രം ഓപ്ഷണൽ മൊഡ്യൂൾ 1 ഓർ ഓപ്ഷണൽ മൊഡ്യൂൾ 2 ഇൻ ഓൾ സെഷൻസ്. അതായത് പാർട്ട് 2-ൽ നിങ്ങൾക്ക് മൊഡ്യൂൾ 1 അല്ലെങ്കിൽ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞിട്ടുള്ള 2 പാർട്ട് വന്നിട്ടുണ്ടാവും. അതിലേതെങ്കിലും ഒരു പാർട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത് മാത്രമായിരിക്കും എഴുതുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസപ്ഷനിസ്റ്റിന്റെ ചാപ്റ്റർ എടുത്ത സമയത്ത് 2 പാർട്ടായിട്ട് വരും. അതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. ആ ഒരു പാർട്ടിൽ നിന്നും ആൻസേഴ്സ് എഴുതിയാൽ മതി. നമ്മൾ നോർമലി ഫോക്കസ് ചെയ്യുന്നത് പാർട്ട് എ ആണ്. അപ്പൊ ഇനി മാറി പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അയ്യോ ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ശരി, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഓരോ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ടായിരുന്നു, ഒരു ഫോം പഠിക്കുമ്പോൾ അത് എഴുതിയതാര് എന്നുള്ളത് പഠിച്ചിരിക്കണം. അല്ലെ? പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? രണ്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അറിയാം. ഓരോ ഫോം എടുക്കുമ്പോഴും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന്റെ പോയറ്റിന്റെ പേരാണ്. അപ്പൊ അത് നമ്മൾ ബൈഹാർട്ട് പഠിക്കുക തന്നെ വേണം. അപ്പൊ ഇവിടെ ഒരു 20 മാർക്കിന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അത് കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. പക്ഷേ അതിന്റെ കറക്റ്റ് ആൻസർ എഴുതാൻ പറ്റിയ 20 മാർക്കും സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കും, പാസ്സായി. അപ്പൊ നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്താൽ, എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് ചാപ്റ്റേഴ്സ് റീഡ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പൊ ഇനി കുറച്ച് നിങ്ങൾ സീരിയസ് ആയിട്ട് ചാപ്റ്റേഴ്സുകൾ റീഡ് ചെയ്ത് പോവേണ്ട സമയമാണ്. റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾ ഒരുപാടൊന്നും വായിക്കണമെന്നില്ല. പക്ഷെ ചില സ്റ്റോറികളൊക്കെ വരുന്നത് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള കുറച്ച് സ്റ്റോറികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ, സ്റ്റോറി ഫോംസ്, ഇതൊക്കെ നിങ്ങൾ ഡെയിലി ഒരെണ്ണം വെച്ചിട്ടെങ്കിലും റീഡ് ചെയ്ത് ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം പാസ്സാവാം. അപ്പൊ നോക്കൂ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ്. ചിലതിൽ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈസിയാണ്. അതിലേതാണോ നിങ്ങൾക്ക് മനസ്സിലായത് അതങ്ങ് എഴുതിയാൽ മതി. ഇപ്പൊ 5 പോയട്രി, 9 പ്രോസ്, 14 മാർക്കാണ് ഈ പാർട്ടിൽ വരുന്നത്. ഈ പ്രിസ്ക്രൈബ്ഡ്
ടെക്സ്റ്റ് സെക്ഷൻ എയിൽ വരുന്നത് 14 മാർക്കിനാണ്. 5 എണ്ണം പോയട്രിയിലും 5 എണ്ണം പ്രോസിലുമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതെന്തെന്ന് നോക്കാം. ചില ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഓരോന്നിന്റെയും ആൻസർ എന്താന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഹു ഈസ് ദ പോയറ്റ് ഓഫ് ദ പോം? ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പോയറ്റിന്റെ ഇതിന്റെ പോയറ്റ് ആരാണെന്നാണ്, ഈ കവിതയുടെ വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ. ഇതിന്റെ പോയറ്റ് ആരാണ്? രബീന്ദ്രനാഥ ടാഗോർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല അടിപൊളി ആൻസർ ആയിരുന്നു. വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ. ഇത് ഇൻഡിപെൻഡൻസ് ഡേ, ഫ്രീഡം കിട്ടുന്നതിന്റെ മുൻപ് എഴുതിയിട്ടുള്ള രബീന്ദ്രനാഥ ടാഗോറിന്റെ പോമാണ്. വെരി ഗുഡ്. 1 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലായി. വളരെ സിമ്പിൾ. ജസ്റ്റ് ആൻസർ എഴുതിയാൽ മതി. വാട്ട് ഈസ് ദ ഗ്രാൻഡ് മദർ ബെഗിങ് ഫോർ ഇൻ ദ പോം മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്? ആ കവിതയിൽ ഗ്രാൻഡ് മദർ എന്താണ് ബെഗ് ചെയ്യുന്നത്? സ്വർണ്ണമാണോ, പൈസയാണോ? എന്തായിരുന്നു ആ ഗ്രാൻഡ് മദർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്? Begging for love. ലവ് ആയിരുന്നു. കുറച്ച് സ്നേഹമായിരുന്നു ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. 2 മാർക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി. വാട്ട് കൈൻഡ് ഓഫ് നൈറ്റ് വാസ് ഇറ്റ് വെൻ ദ സ്കോർപിയൻ ബിറ്റ് ദ പോയറ്റ്സ് മദർ? എങ്ങനത്തെ രാത്രിയായിരുന്നു? മറ്റേ ഏത് പോയത്തിലുള്ളതാ അത് പറയാൻ പറ്റുമോ? Night of the Scorpion. നൈറ്റ് ഓഫ് ദ സ്കോർപിയൻ ആരെഴുതിയതാ? Nizim Ezekiel. വെരി ഗുഡ്. നിസിം എസിക്കൽ. നിസിം എസിക്കൽ ഏത് രാജ്യത്തിലെ എഴുത്തുകാരൻ? ആളുടെ കൺട്രി ഏതാന്ന് പറയാൻ പറ്റുമോ? നിസിം എസിക്കൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള ഒരു പാവപ്പെട്ട വീട്, അരിച്ചാക്ക്, ഇതൊക്കെ ഏത് നാട്ടിലായിരിക്കും നമുക്ക് ഉണ്ടാവുക? ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. വിളക്ക്, ഈയാമ്പാറ്റകള്, കർഷകര്, ഇതൊക്കെ ഏത് നാട്ടിലായിരിക്കും? India. ഇന്ത്യ. എക്സാക്ട്ലി, ഇന്ത്യ. സോ നസീം എസിക്കൽ ഇന്ത്യൻ റൈറ്റർ ആണ് കേട്ടോ. അങ്ങനത്തെ ചോദ്യം അതൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്, വരില്ല. പക്ഷെ എന്നിരുന്നാലും ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ്. ബൈ ചാൻസ് വന്നാലോ, അല്ലേ? ഓക്കെ. അപ്പോ ആ രാത്രി എങ്ങനത്തെ രാത്രിയായിരുന്നു? വാസ് എ ഹൊറിബിൾ നൈറ്റ്. ഒരു Rainy night. റെയിനി നൈറ്റ് എന്ന് പറയാം, മതി. ഹൊറിബിൾ നൈറ്റ് എന്ന് പറയാം, ഡാർക്ക് നൈറ്റ് എന്ന് പറയാം. എന്താണോ അതിന്റെ തീം അതങ്ങ് പഠിക്കാം. 4th വൺ, അതിനകത്ത് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4ാമത്തേലും ഓർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, 5ലും ഓർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അതിൽ ഏതാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതങ്ങ് എഴുതിയാൽ മതി. വാട്ട് ഡസ് ദ ഫ്രേസ് നാരോ ഡൊമസ്റ്റിക് വേൾഡ് മീൻ? What is mean by mind is without fear and head is held high? ഇതൊക്കെ ഏത് ഫോമില? നാരോ ഡൊമസ്റ്റിക് വോൺസ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഏത് ഫോമിലുള്ളതാ? പോട്ടെ. മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ ആൻഡ് ഹെഡ് ഈസ് ഹെൽഡ് ഹൈ ഏത് ഫോമിലുള്ളതാ? Where the mind is without fear. എക്സാക്ട്ലി. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതൊരു സെന്റൻസിൽ എഴുതാം. ഇറ്റ്സ് അബൌട്ട് എ ഡേ ബിഫോർ ഫ്രീഡം. ബിഫോർ ഫ്രീഡം. സോ ദേ ഷുഡ് ഗെറ്റ് ഫ്രീഡം. ഇഫ് ഫിയർ ഈസ് ദർ, ദേ വോണ്ട് ഗെറ്റ് ഫ്രീഡം. ദേ വോണ്ട് ബി ഇൻഡിപെൻഡന്റ്. സോ പോയറ്റ് എന്താണ് ആ കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത്? ജനങ്ങളെ പേടിയില്ലാത്ത ജനങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് തല ഉയർത്തി നടക്കാനുള്ള ഒരു കാപ്പബിലിറ്റി വാക്കുകളിലൂടെ ആ സൊസൈറ്റിക്ക് കൊടുക്കുക എന്നുള്ളത്. സോ അങ്ങനെ എന്തെങ്കിലും 1-2 സെന്റൻസുകളിൽ നിങ്ങൾക്ക് അതിന് ആൻസർ എഴുതാം. വൈ ഡസ് ദ പോയറ്റ് കോൾ ദ വുഡ് യെല്ലോ വുഡ് ഇൻ ദ റോഡ് നോട്ട് ടേക്കൺ? ഇത് ഏത് ചാപ്റ്റർ ആണ്? ഏത് പോമാണ്? റോഡ് നോട്ട് ടേക്കൺ. ദ റോഡ് നോട്ട് ടേക്കൺ ആരെഴുതിയതാണ്? റോബർട്ട് ഫ്രോസ്റ്റ്. അദ്ദേഹം അമേരിക്കൻ റൈറ്റർ ആണ്. റോബർട്ട് ഫ്രോസ്റ്റ് അമേരിക്കൻ റൈറ്റർ ആണ്. ഇദ്ദേഹം ഈ വുഡിനെ, യെല്ലോ വുഡ്, ആ ഫോറസ്റ്റിനെ അല്ലെങ്കിൽ അവിടെ ആ ഭാഗത്ത് യെല്ലോ വുഡ് എന്നാ പറയുന്നത്. വൈ? Leaves of the trees turned yellow. Exactly. Because of autumn season. ഓട്ടം സീസൺ. ആയിക്കോട്ടെ. ശരി ശരി ശരി.
അങ്ങനെ നമുക്ക് അറിയുന്ന എന്തെങ്കിലും ഒരു ആൻസർ അവിടെ കൊടുത്താൽ മതി. വൈ ഡസ് വേ ലെറ്റ് ഓൺ ടു വേ മീൻ? ഒരു വഴി മറ്റൊരു വഴിയിലേക്ക് നയിക്കുന്നു എന്നർത്ഥം. വേ ലെറ്റ്സ് ഓൺ ടു വേ, വഴി മറ്റൊരു വഴിയിലേക്ക് നയിക്കുന്നു. അപ്പൊ അത് ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് വൺ എഴുതി. ആൻസർ ഒന്നേ ഉള്ളൂ, റോഡ് നോട്ട് ടേക്കറിൽ 2 വഴികളുണ്ട്. സോ വി ഷുഡ് സെലക്ട് വൺ, എക്സാക്ട്ലി വാട്ട് ഇറ്റ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അർത്ഥമാക്കുന്നത്. പക്ഷെ സംടൈംസ് ക്വസ്റ്റ്യൻസ് വിൽ കം ഇൻ എ ട്വിസ്റ്റഡ് വേ, ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരെ. സോ ഡോണ്ട് ബി പാനിക്, ഫൈൻഡ് ഔട്ട് ഇൻ വിച്ച് ചാപ്റ്റർ ഇറ്റ് ഈസ് ആൻഡ് റൈറ്റ് ഡൗൺ എനിത്തിങ് അബൌട്ട് ഇറ്റ്. എന്തുവാ? മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. നെക്സ്റ്റ്, റീഡ് ദ ടെക്സ്റ്റ് കെയർഫുള്ളി ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ് നമ്പർ 6 to 7. 2 ക്വസ്റ്റ്യനേ ഉള്ളൂ കേട്ടോ. ഈ 2 ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടണമെങ്കിൽ ഈ പാസേജ് വായിക്കണം. നിങ്ങൾക്ക് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. അതിൽ നിന്ന് എടുത്തിട്ടുള്ള 2 ചെറിയൊരു പാസേജ് ആണ്. അത് വായിച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ സിമ്പിൾ ആണ്, വായിച്ചാൽ ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ. സോ 2 മാർക്ക് അവിടെ പോയി അല്ലേ? 2 മാർക്ക് 6 and 7 അങ്ങനെ കിട്ടി. Choose the correct alternatives. Wage earning machine is reference to people. Wage earning machine, placing wages to earn big, looking beyond their salaries, defined by their salaries, not earning any ages. ഇത് ഏത് ചാപ്റ്ററിലാണ്? ബെഗറുടെ ചാപ്റ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഫൈൻഡ് ഔട്ട്. Defined by their salary. എന്താണ് Answer defined by their salaries അല്ലേ? സി അല്ലേ? ചെക്ക് ചെയ്യാം. ഡിഫൈൻഡ് ബൈ മീൻസ് വേജ് ഏർണിംഗ് മെഷീൻ ഈസ് റെഫറൻസ് ടു പീപ്പിൾ, ജനങ്ങളുടെ മാം ഇത് ആ പാസേജ് കണ്ടുപിടിക്കാനുള്ള ആൻസർ അല്ലേ ഇത്? ലെറ്റ് മീ ചെക്ക്. ഞാൻ പാസേജ് വായിക്കാത്തോണ്ട് യെസ് ബിക്കോസ് ഹ്യൂമൻസ് ആർ മച്ച് മോർ ദാൻ ജസ്റ്റ് വേജ് ഏർണിംഗ് മെഷീൻസ്. നമ്മളത് വായിക്കണം, വായിച്ചാലേ കിട്ടുള്ളൂ. എക്സാക്ട്ലി. ജനങ്ങളെ, മനുഷ്യന്മാരെ. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണല്ലോ, നമ്മുടെ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗിൽ അണ്ടർസ്റ്റാൻഡിംഗിൽ വന്നിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾ എക്സാമിന്റെ ഒരാഴ്ച മുൻപ് ഈ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് വായിച്ച് സമയം കളയരുത്. കാരണം ഇതിന് നിങ്ങൾക്ക് വെറും 2-3 മാർക്കുകൾ മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് ഈ ഇപ്പൊ വരുന്ന പാസേജ് ഉണ്ടാവുമല്ലോ, അപ്പൊ നമുക്കത് വായിച്ചിട്ട് ആൻസർ എഴുതാമല്ലോ. വായിച്ചാൽ ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് എക്സാം തലേ ദിവസം, എക്സാമിന്റെ ഒരാഴ്ച മുൻപ് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് വായിച്ച് വെറുതെ സമയം വേസ്റ്റ് ആക്കരുത്. പകരം അത് ഇപ്പൊ എക്സാമിന്റെ ടൈം ആയില്ലല്ലോ, അപ്പൊ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ ഇരിക്കുമ്പോ വായിച്ചു നോക്കാം. ശരി. മാച്ച് ദ കോളം ഇൻ റെഫറൻസ് ടു മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബി. 4 മാർക്കിന് ആ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് മാച്ച് ചെയ്യാനാണ്. മൈ സൺ വിൽ നോട്ട് ബി എ ബെഗർ, അത് ഇതുണ്ടായിരുന്നു, അതിന്റെ കഥ നല്ല ഈസി ആണ്. അത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോ. നല്ല ഈസി ആയിട്ടുള്ള ഒരു മാസ്റ്റർ ഫോളോ തീർച്ചയായിട്ടും. കാരണം നമുക്കൊരു സ്റ്റോറിയുടെ പേര് കിട്ടുമ്പോൾ, ഒരു കോണ്ടെക്സ്റ്റിന്റെ പേര് കിട്ടുമ്പോൾ അതിനകത്ത് ഇപ്പൊ മൈ സൺ വിൽ നോട്ട് ബി എ ബെഗർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ കിട്ടണം കുട്ടീന്റെ കണ്ണിന്റെ കാഴ്ച പോയതും അങ്ങനത്തെ ആ സംഭവങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് ആ കഥ വരണം. അച്ഛനൊരു ഡോക്ടറായിരുന്നു, അമ്മ ഏതൊക്കെയോ സന്യാസിമാരുടെ മുമ്പിലേക്ക് കുട്ടീനെ കൊണ്ടുപോയതും അങ്ങനെയുള്ള ആ സ്റ്റോറി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അങ്ങ് മൈൻഡിൽ വരണം. ഇപ്പൊ ഇതിന് 4 മാർക്കാണ്. ദ മദർ, ദ സിസ്റ്റേഴ്സ്, ദ ഫാദർ, ദ സെർവൻസ്, ഇവരൊക്കെ എങ്ങനെയാണ് ഈ ബ്ലൈൻഡ്നെസ്സിനോട് റിയാക്ട് ചെയ്തത് എന്നുള്ളതാണ്. ABCD 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. തോട്ട് ഹി വാസ് ഈവിൾ ഓർ ഹാംഫുൾ, ആരാ അങ്ങനെ ചിന്തിച്ചത്? സെർവൻസ്. ക്രൈഡ് ഓൾ ദ ടൈം, ആരാ കരഞ്ഞുകൊണ്ടിരുന്നത്? മദർ. ഓക്കെ. ട്രീറ്റഡ് ഹിം ലൈക്ക് എ ഡെലിക്കേറ്റ് ഡോൾ, സിസ്റ്റേഴ്സ്. ഓക്കെ. had little hope that he would see again, father. തീർച്ചയായിട്ടും. അപ്പൊ ഇത് നമുക്ക് വളരെ ഈസി ആണ്, എങ്ങനെ ആ സ്റ്റോറി അറിയുവാണെങ്കിൽ മാത്രം അല്ലെ.
അപ്പൊ ഇത്തരത്തിലുള്ള ചാപ്റ്റേഴ്സുകൾ, കഥ ഉള്ള നല്ല സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്സ്. 2 മാർക്ക്. നിങ്ങൾ എപ്പോഴും ആൻസർ എഴുതുമ്പോൾ എത്ര മാർക്കിനുള്ളതാണ് എന്നുള്ളത് നിങ്ങൾ നോക്കണം. ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്. 2 മാർക്സ്, 2 ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലെ? 2 ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിനാട്ടോ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇവിടുന്ന് എടുക്കാവുന്നേ ഉള്ളൂ. ABCD തന്നിട്ടുണ്ട്. What words of Aunt Pramila's hurt Aradhana the most? ഏത് വാക്കാണ് ഓണ്ട് പ്രമീളയുടെ ഏത് വാക്കാണ് ആരാധനയെ കൂടുതലായിട്ട് വേദനിപ്പിച്ചത്? ഇത് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം എന്തായിരുന്നു ഇതെന്തായിരുന്നു കഥ. ഐ മസ്റ്റ് നോ ദ ട്രൂത്ത്. അവര് അഡോപ്റ്റ് ചെയ്ത കുട്ടിനെ ബോഡി ഷേമിങ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ. യെസ് എക്സാക്ട്ലി. നമുക്ക് ആ കഥ കിട്ടണം അപ്പത്തേക്കും. അപ്പൊ എന്തായിരുന്നു കുട്ടീനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്? That she as a baby was skinny and dark, that Aradhana was an adopted child, that Sunita, her sister, had made a mistake, that Sunita should have told Aradhana the truth. ഏതായിരുന്നു സത്യം? ഏതായിരുന്നു? അല്ല, ആരാധന വാസ് അഡോപ്റ്റഡ് ചൈൽഡ്. ആരാധന ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ആയിരുന്നു എന്നുള്ള ആ വാക്കാണ്, പ്രമീലയുടെ ആ വേർഡാണ് ആരാധനയെ ഏറ്റവും കൂടുതൽ വേദന. ചില സമയത്ത് ഈ ആൻസർ വരുന്നുണ്ടല്ലോ ചില വാക്കുകളില്. എങ്ങനെ? ഈ സ്കൈനി ആൻഡ് ഡാർക്ക് എന്നുള്ളത് ഗൈഡിൽ വായിക്കണ്ടേ? ആ, അതുണ്ട്. ശരിക്കും അവളുടെ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത് അതാണ്. അവള് ഡാർക്കാണ്, സ്കിന്നിയാണ് എന്നുള്ളതാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുള്ള ഒരു കാര്യം. പക്ഷേ ആ ദിവസം അവളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കാര്യം അവളൊരു അഡോപ്റ്റഡ് ചൈൽഡ് ആയിരുന്നു എന്നുള്ള സത്യം അറിയുന്നതാണ്. ശരിക്കും അവൾ ഡെയിലി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവളുടെ ഒരു കോംപ്ലക്സ്, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇത് തന്നെയായിരുന്നു. അവൾ സ്കിന്നിയാണ്, അവളുടെ ഡാർക്ക് ആണ്, അങ്ങനത്തെ ഒരു അവളുടെ ഒരു ബോഡി ഷേമിങ് തന്നെയായിരുന്നു അവളുടെ ഏറ്റവും വലിയ സങ്കടം. പക്ഷെ ആ ദിവസം അവളെ വേദനിപ്പിച്ചത്, പ്രമീളയുടെ വാക്കുകൾ അവളെ വേദനിപ്പിച്ചത് അവൾ എന്താണ്, അഡോപ്റ്റഡ് ചൈൽഡ് ആണ് എന്നുള്ളതാണ്. Pick out the chord which does not convey the same meaning situation as. Failing in the examination is not the end of the world. ഒരു വേർഡാണ് ഫെയിലിംഗ് ഇൻ ദ എക്സാമിനേഷൻ. പരീക്ഷയിൽ തോൽക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ അവസാനമായിട്ടുള്ളത് ഒന്നല്ല എന്നുള്ള കോട്ടിന് മാച്ച് ആവാത്ത, സിറ്റുവേഷനോ മീനിങ്ങോ മാച്ച് ആവാത്ത എന്തോ ഒന്നി 4 ഓഡ് വൺ ഔട്ട് ആണ് സെലക്ട് ചെയ്യേണ്ടത്. വായിച്ചു നോക്കാം. ഇറ്റ് വിൽ നോട്ട് ബി ദ എൻഡ് ഓഫ് ദ വേൾഡ് ഇഫ് ഇറ്റ് റെയിൻ ഓൺ ദ ഡേ ഓഫ് വെഡിങ്. ഓക്കെ. ലൂസിങ് യുവർ ജോബ് ഡസ് നോട്ട് ഹാവ് ടു ബി ദ എൻഡ് ഓഫ് ദ വേൾഡ്. അതിന് മാച്ച് ആണ് അല്ലെ. ജോലി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും ലോകത്തിന്റെ അവസാനമല്ല. ട്രാവലിംഗ് ടു അന്റാർട്ടിക്ക ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ്. അന്റാർട്ടിക്കയിലേക്ക് യാത്ര ചെയ്യാന്നുള്ളത് ലോകത്തിന്റെ അവസാനമല്ല. മിസ്സിംഗ് യുവർ ട്രെയിൻ ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ്. ഡി മാച്ച് ആണ്, എ മാച്ച് ആണ്, ബി മാച്ച് ആണ്, സി ആണ് മാച്ച് ആവാത്തത്. സി തന്നെയാണല്ലേ? അത് തോന്നിയിരുന്നു, എന്നാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിന് അതില്. സി ആണ്. എന്താപ്പോ അന്റാർട്ടിക്കയിലേക്ക് യാത്ര ചെയ്യാന്ന് ബാക്കിയുള്ള വരുന്നിടത്തൊക്കെ ഒരു നഷ്ടം വരുന്നുണ്ട്. വെഡിങ്ങിന് മഴ പെയ്യാന്ന് പറയുന്ന സിറ്റുവേഷൻ അതൊരു നഷ്ടമാണ്. അതുപോലെ തന്നെ ജോബ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു ഫെയിലിയർ ആണ്. അതുപോലെ തന്നെ ട്രെയിൻ നഷ്ടപ്പെടുക എന്ന് പറയുന്ന സിറ്റുവേഷനും നമ്മളെ സംബന്ധിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് ഒരു ഫെയിലിയർ ആണ്. പക്ഷെ അന്റാർട്ടിക്കയിലേക്ക് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ആ സിറ്റുവേഷൻ ഒരിക്കലും ഒരു ഫെയിലിയറിന്റെ ഭാഗമല്ല. സോ സി ആണ് കേട്ടോ. സോ ഇത്രയും ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വരുന്നത്. ആദ്യത്തെ 14 ക്വസ്റ്റ്യൻസ്, 14 മാർക്ക്. ഇത് തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നേടാവുന്നതേ ഉള്ളൂ അല്ലെ. ഞാൻ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ്. ഇനിയാണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നില്ലാത്ത പാസേജ് തരുന്നു. അതിൽ നിന്ന് നോക്കൂ. 3x1 3 മാർക്കിന് ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഏതെങ്കിലും 3 എഴുതുക. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 4 അറിയാമെന്നുണ്ടെങ്കിൽ 4 എഴുതുക. ഓക്കെ. സമയവും നോക്കണം. 4 അറിയാമെന്നുണ്ടെങ്കിൽ 4 എഴുതുക. എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ
നമ്മൾ 4ാമത് എഴുതിയത് ശരിയാണെങ്കിൽ ചിലപ്പോൾ അവർ മാർക്കിട്ട് തന്നേക്കാം. അപ്പൊ സമയത്തിനനുസരിച്ച് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, 3 ആൻസർ എഴുതി 4ാമത് എഴുതാനുള്ള ഒരു ലൈൻ അവിടെ വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. അങ്ങനെ ലാസ്റ്റ് എല്ലാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ആ ലീവ് ചെയ്ത ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസറുകൾ എഴുതാം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇത് എന്താണ്, ഈ പാസേജ് വായിച്ചിട്ട് വേണം നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ. 10 മുതൽ 11 വരെ, 10, 11 ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ്. അതിന് കാര്യമായിട്ടൊന്നും നമുക്ക് പറഞ്ഞു തരാനില്ല, വായിക്കുക, കണ്ടുപിടിക്കുക. അടുത്തത് വീണ്ടും സെയിം സംഭവം തന്നെ, 12 to 13, 12, 13. ഇതിനകത്ത് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. 1, 2, 3, 4 അങ്ങനെ മാർക്കുകളും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനിയാണ് കളി. ഹലോ, ഇതിലെ ക്വസ്റ്റ്യൻസ് തന്നെ വരുവോ എക്സാമിന്? അതെങ്ങനെയാ, ഇത് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇനി പ്രാക്ടീസ് ചെയ്യും. ഇതേ മോഡൽ ആയിരിക്കും കേട്ടോ. ഇതില് ക്വസ്റ്റ്യൻസ് വരില്ല, പക്ഷെ ഇതുപോലത്തെ മോഡൽ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ശരി, അപ്പൊ നമ്മൾ ഈ സെക്ഷൻ ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. സെക്ഷൻ സി, ഗ്രാമറില്. ഇത് നമുക്ക് ഒരു പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പൊ ഈ പറഞ്ഞു പോയ ഈസിനെസ്സോട് കൂടി പറഞ്ഞു പോകാൻ കഴിയില്ല. ഓക്കെ, ഓരോന്നും 18 ചോദ്യമുണ്ട്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയേ പറ്റൂ. 14 മുതൽ 18 ചോദ്യമേ ഉള്ളൂ, പക്ഷെ അതിനകത്ത് കുറെ ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നു. നമ്പർ 1, മൈ ഫാമിലി ഡാസ് ഇൻ ഭോപ്പാൽ ഫോർ 5 years now. എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇതിന്റെ മീനിങ്? എന്റെ ഫാമിലി, എന്റെ കുടുംബം 5 years ആയിട്ട് ഭോപ്പാലിലുണ്ട്. ഓക്കെ, 5 years ആയിട്ട്, 5 വർഷമായിട്ട് ഭോപ്പാലിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ഫാമിലി. അപ്പൊ അതിന് മാച്ച് ആയിട്ടുള്ള വേർഡ് ഏതാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഹാസ് ലിവ്ഡ്, ഹാസ് ബീൻ ലിവിങ്, ഹാഡ് ലിവ്ഡ്, ലിവ്ഡ്. Has been living. Has been living. ഓക്കെ, വൈ? ഇതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഹാസ് ബീൻ ലിവിങ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പാസ്റ്റ് അല്ലല്ലോ. ഓക്കെ, ശരി. വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ? മൈ ഫാമിലി ലീവ്ഡ് ആണോ? മൈ ഫാമിലി ലീവ്ഡ്. ഓക്കെ, അടുത്തത് വേറൊരു ഓപ്ഷൻ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? ഇയർ പറയും. നൗ എന്ന് പറഞ്ഞത് കൊണ്ട് പ്രസന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഹാസ് ബീൻ ലിവിങ് ആണ് വരിക. ഓക്കെ, ഓക്കെ. രണ്ടുപേര് ഹാസ് ബീൻ പറഞ്ഞു, ഒരാൾ ലിവ്ഡ് പറഞ്ഞു. വേറെ എന്തെങ്കിലും? നിങ്ങൾ ജസ്റ്റ് യൂസ് യുവർ ബ്രെയിൻ, തെറ്റിക്കോട്ടെ, നോ ഇഷ്യൂ. ശരിയോ തെറ്റോ എന്നുള്ളത് ഇവിടെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. യു ഷുഡ് ടെൽ. വേറെ എന്തെങ്കിലും? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാന് ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ വരണമെന്നില്ല. നമ്പർ 1, ഇതേ പാറ്റേണിലുള്ള ചോദ്യമായിരിക്കും വരും. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? യെസ്, കാണാം. ബ്ലാക്ക് ബോർഡ് കാണാം. ബ്ലാക്ക് ബോർഡ് കാണാം. ശരി. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തിലെ ഓപ്ഷൻസ് ആണ് ഞാൻ നോക്കുന്നത്. ഹാസ് ലിവ്ഡ്, ഹാസ് ബീൻ ലിവിങ്, ഹാഡ് ലിവ്ഡ്, ലിവ്ഡ്. അപ്പൊ ഇത് 4 ടെൻസുകളാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് 4 ടെൻസുകളാണ്. ചുമ്മാ കറക്കി കുത്താതെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് മനസ്സിലാക്കി തന്നെ എഴുതണം. ഇപ്പോഴത്തെ ആൻസറിൽ, ഇപ്പൊ വന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ ആൻസർ ഹാസ് ബീൻ ലിവിങ് ആണ്. ചിലപ്പോൾ അത് കറക്കി കുത്തിയതാവാം, ചിലപ്പോൾ നൗ എന്ന് വന്നത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞു. ശരിക്കും അങ്ങനെയൊന്നും അല്ല. നൗ എന്ന് വന്നില്ലെങ്കിലും അത് തന്നെയാണ് ആൻസർ. അപ്പൊ ഇത് എന്തുകൊണ്ട് എന്നുള്ളത് പറഞ്ഞുതരാം. അതേസമയം ബാക്കി വരുന്ന 3 എണ്ണവും ഏത് സിറ്റുവേഷൻസിൽ വരും എന്ന് നമ്മൾ പഠിച്ചിരിക്കണം അല്ലെ? യെസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഹാസ് ബീൻ ലിവിങ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഹാസ് ബീൻ ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറച്ച് നമുക്ക് ഹാർഡ് വർക്കിലൂടെയല്ല, സ്മാർട്ട് വർക്കിലൂടെയാണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതായത്
കുറച്ച് ഷോർട്ട് കട്ട്സുകൾ നിങ്ങളുടെ കയ്യിൽ ബുക്കും പെന്നും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടെ ബുക്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് എഴുതി വെക്കുകയും കൂടെ ചെയ്യാം. ഹാസ് ബീൻ ലിവിങ് എന്ന് പറയുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമ്മള് ഇപ്പൊ ആ ചോദ്യത്തിൽ നോക്കൂ, 5 വർഷമായിട്ട് ഭോപ്പാലിൽ, എന്റെ ഫാമിലി ഭോപ്പാലിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ മലയാളം തന്നെ നമുക്ക് മനസ്സിലാവും, അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. 5 വർഷമായിട്ട് എന്റെ ഫാമിലി ഭോപ്പാലിലുണ്ട്, അവർ 5 വർഷമായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, അത്രയും നമുക്കറിയാം. പക്ഷെ എങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ് എഴുതണം നമുക്കറിയില്ല. അപ്പൊ അതിനുള്ളൊരു ഷോർട്ട് കട്ടാണ് വെർബിന്റെ കൂടെ. ശ്രദ്ധിക്കണം, ഹാസ് ബീൻ ലിവിംഗിൽ എവിടെയാ വെർബ്? ഏതാ വെർബ്? ലിവ് എന്നുള്ളതാണ് വെർബ്. വെർബിന്റെ കൂടെ ing കൊടുക്കുന്നുണ്ടെങ്കിൽ, ing ഉണ്ടെങ്കിൽ, അത് ഏത് സെന്റൻസ് ആവട്ടെ, വെർബിന്റെ കൂടെ ing ഉണ്ടെങ്കിൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വെർബിന്റെ കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്, വെർബിന്റെ കൂടെ ing ഫോം വരുന്നുണ്ടെങ്കിൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഇനി ഈ ടെൻസ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസ്റ്റിൽ തുടങ്ങി 5 വർഷം മുൻപ്, 5 years, 5 വർഷം മുൻപ് അവര് ഭോപ്പാലിൽ താമസിക്കാൻ തുടങ്ങി, അത് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ing ഫോം വരുന്നത് എന്തെങ്കിലും ഒരു സംഭവം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ്. ing ഫോം വരുന്നത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, എന്തെങ്കിലും ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ്. അപ്പൊ ഇവിടെ 5 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു, അപ്പൊ അത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, for 5 years. ഇപ്പൊ നിങ്ങൾക്ക് സെന്റൻസിൽ ചിലപ്പോൾ 5 years എന്ന് മാത്രം തന്നിട്ട് ഇവിടെ ഫില്ല് ചെയ്യാനായിരിക്കും dash 5 years. ചിലപ്പോ ഓപ്ഷൻസിൽ ഫോർ കൊടുക്കാം, ബൈ കൊടുക്കാം, ബൈ, ഫോർ, സിൻസ്, അങ്ങനെയൊക്കെ വരാം. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇയറുകൾ. ഇതൊരു 5 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമല്ല അല്ലെ, ഏത് 5 വർഷം, ഏത് മാസം തുടങ്ങി, എങ്ങനെ തുടങ്ങി, ഈ ഇയേഴ്സ് 5 വർഷം എന്നുള്ളത് നമുക്ക് ക്ലിയർ അല്ല. അപ്പൊ അങ്ങനെ വ്യക്തമല്ലാതിരിക്കുമ്പോ നമ്മൾ 4 ആണ് കൊടുക്കുക. അതേസമയം ഇപ്പൊ ഫോർ എക്സാമ്പിൾ, മൈ ഫാമിലി has been living in Bhopal (2011) എന്നുള്ള ഒരു കറക്റ്റ് ഇയർ പറഞ്ഞു. അവിടെ ഓപ്ഷനിൽ വേണമെങ്കിൽ സിൻസ് എന്നും പറഞ്ഞു, 4 എന്നും പറഞ്ഞു. ആരെ കൊടുക്കാം? സിൻസ്. കാരണം ഇത് വ്യക്തമായി 2011 എന്ന് വ്യക്തമായി പറഞ്ഞത് കൊണ്ട് നമുക്ക് സിൻസ് 2011 എന്ന് കൊടുക്കാം. അതേസമയം ഇവിടെ ഒരു 10 years എന്നൊക്കെ ആണെങ്കിൽ നമുക്കറിയില്ല ഏതാണ് 10 വർഷങ്ങൾ എന്നുള്ളത്, അപ്പൊ നമ്മൾ ഇവിടെ 4 കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കണോ? യെസ് മാം, ക്ലിയർ ആണ്. ഇനി ഒന്നും കൂടെ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ ഞാൻ പറയുന്നത്. മൈ ഫാമിലി ലിവിങ് ഫോർ 5 years, സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫില്ല് ചെയ്തു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഹാവ് ഒന്നും കൂടെ ഹാഡും കൂടെ കൊടുക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹാസ് ബീൻ ലിവിങ്, ഹാഡ് ബീൻ ലിവിങ് 3 മാച്ച് ആണല്ലോ. പിന്നെ ഏത് കൊടുക്കും? നമുക്കൊരു കൺഫ്യൂഷൻ വരാം.
ഹാസ് ബീൻ പറയും. നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുകയാണല്ലോ ചെയ്യുക കറക്റ്റ് ഉത്തരം കിട്ടാൻ. അപ്പൊ ഹാസ് ബീൻ ലിവിങ് പറ്റും, ഹാവ് ബീൻ ലിവിങ് പറ്റും, ഹാഡ് ബീൻ ലിവിങ്ങും പറ്റും. മാച്ച് ആവുന്നുണ്ട്. അപ്പൊ ഏത് കൊടുക്കും? അപ്പൊ അതെങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ലിവിങ് INT ഫോം വന്നതുകൊണ്ട് അല്ല continuous- ആ, അല്ല അല്ല ഫാമിലി, നമ്മളുടെ മൈ ഫാമിലി വരുമ്പോ ഹാസ്. യെസ്, ഇവിടെ നോക്ക മൈ ഫാമിലി. മൈ Yeah. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണമേ ഉള്ളൂ അല്ലെ, എന്റെ കുടുംബം yes, yes. ഒരെണ്ണമേ ഉള്ളൂ. ഒന്നാവുമ്പോൾ ഹാസ്, ഒന്നിലധികമാവുമ്പോൾ ഹാവ്. ക്ലിയർ? അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. പക്ഷെ ഐ വരുമ്പം ഹാവ് ആണ് വരും അല്ലെ? ഏത് വരുമ്പോ? ഐ നമ്മള് റെസ്പെക്ട് ചെയ്യുന്ന I വരുമ്പോ. Yes, അത് yes. ഒരാളാണെങ്കിൽ അതിന് ഹാവ് ആണ് വരും. അതൊരു have കൺഫ്യൂഷൻ ആണ് വരും. വരും. അത് ഓക്കെ, ശരി. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ഭോപ്പാൽ. അപ്പൊ മൈ ഫാമിലി വിട്ടു. ഭോപ്പാലിൽ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് സിൻസ് 5 years. 2023. ഇപ്പൊ 2023 മുതൽ ഞാൻ എന്താണ് ഭോപ്പാലിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഐന്റെ കൂടെ ഐ ഒരാളല്ലേ ഉള്ളൂ. ഹാസ് ആണോ ഹാവ് ആണോ വരിക? Have. ഹാവ് ഞാൻ ആണ് വരിക. നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് ഐന്റെ കൂടെ ഹാസ് ആണ് വരേണ്ടത്, കാരണം ഒരെണ്ണേ ഉള്ളൂ. പക്ഷേ ഐ എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ട് അവിടെ ഹാവ് ആണ് കൊടുക്കേണ്ടത്. അത് എന്തുകൊണ്ടെന്നൊന്നും നിങ്ങൾ അറിയണ്ട, ഐന്റെ കൂടെ ഹാവ് കൊടുത്താൽ മതി. ക്ലിയർ? Yes. കൺഫ്യൂഷൻ ഉണ്ടാക്കും ചിലപ്പോ. അതുകൊണ്ടാ പറഞ്ഞത് ബുക്കും പെന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായതൊക്കെ എഴുതിയെടുക്കുക, ഡൗട്ടുകൾ ചോദിക്കുക. നമ്മളിപ്പോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെയാണ് കീറി മുറിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. Yes, ma'am. ഓക്കെ. ഇനി അതിൽ തന്നെയുള്ള ലിവ്ഡ് എന്നുള്ളൊരു വേർഡ് ഉണ്ട് അല്ലെ, മൈ ഫാമിലി ലിവ്ഡ്. ഈ വാക്യം വരുന്ന എല്ലാം ലിവ്ഡ്, ഹാസ് ലിവ്ഡ്, ഹാഡ് ലിവ്ഡ്, ഈ മൂന്ന് സംഭവവും പാസ്റ്റ് ആണ് കേട്ടോ. ഈ മൂന്ന് സംഭവവും പാസ്റ്റ് ആണ്. മൈ ഫാമിലി ലിവ്ഡ് ഇൻ ഭോപ്പാൽ. ലിവ്ഡ് ഇൻ ഭോപ്പാൽ ഇൻ 2011. അതിന്റെ അർത്ഥം എന്താണ്? എന്റെ ഫാമിലി ഭോപ്പാലിൽ 2011 ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ഇപ്പൊ ഇല്ല. 2011 ഇവിടെ താമസിച്ചിട്ട്, ഇവിടെ ഉണ്ടായിരുന്നു, താമസിച്ചിരുന്നു. ക്ലിയർ? യെസ്, ക്ലിയർ. ഈ സെയിം സംഭവം തന്നെ നമുക്ക് ഹാസ് ലിവ്ഡ്. ഓക്കെ, നോക്കൂ, ലിവ്ഡ് ആൻഡ് ഹാസ് ലിവ്ഡ്, ഈ രണ്ട് സംഭവവും ഏകദേശം ഒരേ മീനിങ് ആണ്. ഹാഡ് ലിവ്ഡ് അത് വരില്ല, അത് പോട്ടെ. ഇപ്പൊ നോക്കൂ, മൈ ഫാമിലി ലിവ്ഡ് ഇൻ ഭോപ്പാൽ. ഓക്കെ, ഇൻ ഭോപ്പാൽ അത് എഴുതണ്ടല്ലോ, നിങ്ങൾക്ക് അത് മനസ്സിലാവുമല്ലോ അല്ലെ. ലിവ്ഡ് ഇൻ ഭോപ്പാൽ ഇൻ 2011. My family lived in Bhopal in 2011. My family has lived in Bhopal. Has lived in Bhopal. എന്താണ് ഇതിന്റെ ഡിഫറൻസ്? അല്ലെങ്കിൽ എന്താണ് ഈ രണ്ട് സെന്റൻസും ശരിയാണ്. ഈ രണ്ട് സെന്റൻസിലും മിസ്റ്റേക്സുകളില്ല, ശരിയാണ്. പക്ഷെ എന്താണ് ഇതിന്റെ ഡിഫറൻസ്? My family Can lived anybody in, guess? on simple past, present perfect. ഓക്കെ, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇത് എന്താണ് ഇതിന്റെ ഡിഫറൻസ്? ഒന്ന് ലിവ്ഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയി. ഓക്കെ, രണ്ടും കഴിഞ്ഞു പോയി, രണ്ടും കഴിഞ്ഞു. ഹാസ് ലിവ്ഡ് ഇപ്പോ അല്ല ഹാസ് ലിവ്ഡും കഴിഞ്ഞു പോയി, താമസിച്ചിരുന്നു തന്നെയാണ് അർത്ഥം വരുന്നത്. 2011 ആണോ? ഹാസ് ലിവ്ഡ് പറഞ്ഞോളൂ. പറയൂ, നിങ്ങൾ സംശയങ്ങൾ പറയൂ, അപ്പോഴേ ശരിയായിട്ട് കിട്ടുള്ളൂ.
മൈ ഫാമിലി ലിവ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാലത്ത് അത് താമസിച്ചിരുന്നു എന്ന് പറയാനും താമസിച്ചിരുന്നു. ഓക്കെ. ഇപ്പൊ ഹാസ് ലിവ്ഡ് എന്ന് പറയുമ്പോ ഇപ്പോ അവിടെ എനിക്കത് കംപ്ലീറ്റ് പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഇല്ല, രണ്ടും 2011 തന്നെയാണല്ലോ പറയുന്നത് അല്ലേ? ലിവ്ഡും അല്ല ഹാസ് അല്ല ലിവ്ഡ്. അല്ല അല്ല അല്ല. നിങ്ങൾ ശരിക്കും നോക്കൂ. മൈ ഫാമിലി ലിവ്ഡ് ഇൻ ഭോപ്പാൽ ഇൻ 2011. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ്. സെക്കൻഡിൽ മൈ ഫാമിലി ഹാസ് ലിവ്ഡ് ഇൻ ഭോപ്പാൽ. താമസിച്ചിട്ടുണ്ട് എന്ന് പറയാനാ. മൈ ഫാമിലി എക്സാക്ട്ലി. ഭോപ്പാൽ ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. 2 കുട്ടികളെ സങ്കല്പിക്കുക കേട്ടോ. നിങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്തുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ വീട്ടിലുള്ള ചെറിയ 2 മക്കളെയോ ഒക്കെ സങ്കല്പിക്കാം. ഓക്കെ. ഈ 2 കുട്ടികളും അപ്പുറം ഇപ്പുറം വീടാന്ന് വിചാരിക്കാം, നൈബേഴ്സ്. അപ്പോ ഒരു കുട്ടിയുടെ അച്ഛൻ ഇന്നലെ ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവന്നു. ഓക്കെ. ഒരു കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്തു? നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫ്ലേവർ ഉള്ള ഒരു ചോക്ലേറ്റ് വാങ്ങി കുട്ടിക്ക് കൊടുത്തു. ഈ കുട്ടി സ്വാഭാവികമായിട്ടും കൂടെ ഇരിക്കുന്ന കുട്ടീന്റെ അടുത്ത് പിറ്റേന്ന് കുട്ടീനെ കാണുമ്പോ പറയുമല്ലോ, എന്റെ അച്ഛൻ ഇന്നലെ എനിക്ക് ചോക്ലേറ്റ് കൊണ്ടു തന്നു അല്ലേ? പറയുമല്ലോ. കുട്ടികളുടെ മനസ്സ് എങ്ങനെയാണ്, അവരത് പറയും. എന്റെ അച്ഛൻ എനിക്ക് ഇന്നലെ ചോക്ലേറ്റ് വാങ്ങി തന്നു. മൈ ഫാദർ ബൈ എന്നുള്ളത് ബോട്ട് a chocolate yesterday. ഇന്നലെ എനിക്ക് എന്തായി? എന്റെ അച്ഛൻ എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങി തന്നു. സിമ്പിൾ ഫാസ്റ്റ്. V2 ഉപയോഗിച്ചു. ഇന്നലെ എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങി തന്നു. ശരി. അപ്പൊ ഇത് കൂട്ടുകാരിനോട് പറയുകയാണ്. സെയിം, അവളും കുട്ടിയാണ്. അപ്പൊ അവൾക്കും അവളുടെ അച്ഛൻ ചോക്ലേറ്റ് ഒക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. എപ്പോഴേക്കോ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നലെ കൊടുത്തിട്ടില്ല കേട്ടോ. ഇന്നലെ ചോക്ലേറ്റ് കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും അവൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവൾ എന്ത് പറയും? എന്റെ അച്ഛനും എനിക്ക് ചോക്ലേറ്റ് വാങ്ങി തന്നിട്ടുണ്ട്. പറയാറില്ലേ മക്കള്? സ്വാഭാവികമായിട്ട് അവര് പറയും. കാരണം അവളുടെ അച്ഛനൊക്കെ ഇന്നലെ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തു. അപ്പൊ അവളത് വലിയ സംഭവമായിട്ട് പറയുമ്പോ ഇവളെന്ത് പറയും? എന്റെ അച്ഛനും എനിക്ക് ചോക്ലേറ്റ് വാങ്ങി തന്നിട്ടുണ്ട്. അവിടെ എന്താണ്? അതും പാസ്റ്റാണ്. ആ ചോക്ലേറ്റ് കിട്ടിയതും പാസ്റ്റിലാണ്. പക്ഷെ എന്താണ്? സമയം പറയുന്നില്ല. സമയം കറക്റ്റ് അല്ല. അത്തരത്തിലുള്ള ടൈം കറക്റ്റ് അല്ലാത്ത സിറ്റുവേഷൻസിലാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കേണ്ടത്. മൈ ഫാദർ ഹാസ് ബോട്ട് ചോക്ലേറ്റ് യെസ്റ്റർഡേ ഇല്ല, ടൈം പറയുന്നില്ല. എന്റെ അച്ഛൻ എനിക്ക് ചോക്ലേറ്റ് വാങ്ങി തന്നിട്ടുണ്ട്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സമയം പറയില്ല. അപ്പൊ ചിലപ്പോ നിങ്ങൾക്കൊരു എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാന്ന് വിചാരിക്കേ, മൈ കസിൻ ഹാസ് gone to Dubai on Wednesday. എന്താ ഇതിലുള്ള തെറ്റ്? ഓൺ വെനസ്ഡേ എന്നുള്ളത് വേണ്ട. ഒന്നുകിൽ ഹാസ് വേണ്ട, അല്ലെങ്കിൽ ഓൺ വെനസ്ഡേ വേണ്ട. ഏതെങ്കിലും ഒന്ന്. യെസ്. അതായത് ടെൻസ് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഹാസ് വേണ്ടെങ്കിൽ പിന്നെ ഗോൺ പറ്റത്തില്ല, അവിടെ വെന്റെ പറ്റില്ല. അതാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നമുക്കൊരിക്കലും ടെൻസിനെ മാറ്റാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് ഹാസിനെ മാറ്റി ഹാസ് ഗോണിനെ മാറ്റി വെന്റ് എന്ന് എഴുതിയാൽ ടെൻസ് മാറിപ്പോയി, മീനിങ് മാറിപ്പോയി. അപ്പൊ നമുക്കൊരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ടെൻസിൽ തന്നെ നിലനിൽക്കണമെങ്കിൽ യെസ്, ഹാസ് ഗോൺ ടു ദുബായ്, അത്രയും മതി. ക്ലിയർ? താങ്ക് യു മാം. എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഇന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. നമ്പർ 1. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഹാസ് ബീൻ ലിവിങ്. അവിടെ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ആ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. യെസ്. അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഹാസ് ബീൻ ലിവിങ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ രണ്ടെണ്ണം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ വെന്റ് ഡാഷ് ഹെവിലി യെസ്റ്റർഡേ. ഏതായിരിക്കാം ടെൻസ്? വാസ് ബ്ലോയിങ്. അല്ല, ടെൻസ് ഏതാന്ന് പറയും. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ ഓക്കെ, പാസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയും മനസ്സിലായാൽ മതി, ബാക്കി അവിടെ നിൽക്കട്ടെ. പാസ്റ്റ് ആണ്, യെസ്റ്റർഡേ എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഇസ് പാസ്റ്റ് അല്ലേ? പാസ്റ്റിൽ ഒരിക്കലും ബ്ലോസ് വരില്ല. ബ്ലോസ് എന്നുള്ളത് പ്രസന്റിൽ വരുന്നതാണ്. അപ്പൊ അത് അല്ല. അപ്പൊ അത് ഞങ്ങൾക്ക് അറിയില്ല മാമേ, അത് പാസ്റ്റിലാണോ, ഈ ബ്ലോസ് വരുന്നത് പ്രസന്റ് ആണോ ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന പലരും ഉണ്ടാവും ഇതിനകത്ത്. അത് നമ്മൾ വഴിയെ 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 പഠിക്കും കേട്ടോ, ടെൻഷൻ ആവണ്ട. ഹാഡ് ബ്ലൂ എന്ന് വരില്ല. ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് ബ്ലോ ബ്ലൂ ബ്ലോൺ, തേർഡ് ഫോം ബ്ലോൺ ആണ് വരിക ഹാഡിന്റെ കൂടെ. അപ്പൊ ആ വേർഡും തെറ്റാണ്. പിന്നെ ബ്ലോൺ ഒറ്റയ്ക്ക് വരില്ല. ബ്ലോൺ ഹാഡ് ബ്ലോണോ അല്ലെങ്കിൽ ഹാസ് ബോണോ ഒക്കെയാണ് വരേണ്ടത്. അപ്പൊ അതും തെറ്റാണ്. പിന്നെ വാസ് ബ്ലോയിങ്, അതാണ് കറക്റ്റ് ആൻസർ. ഇനി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം ചിന്തിക്കാം. ഇപ്പൊ നോക്കൂ, ബ്ലോസ്, ഹാഡ് ബ്ലൂ, ബ്ലോൺ, വാസ് ബ്ലോയിങ്. ഈ നാലെണ്ണത്തിൽ ഞാൻ മുകളിൽ ഒന്ന് പറഞ്ഞു ING ഫോമുകൾ വരുന്നുണ്ടെങ്കിൽ ആ പ്രോസസ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കണം അല്ലെ? അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നു. യെസ്, ING ഫോം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ ആക്ഷൻ കുറച്ച് സമയത്തേക്കെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നടന്നിട്ടുണ്ടാവണം. അപ്പൊ ഈ വിൻഡ്, കാറ്റടിക്കുക എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് തീരുന്ന കാര്യമാണോ? ആണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കലും അല്ല, അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കാറ്റ് വളരെ ശക്തിയായിട്ട് ഇന്നലെ അടിച്ചുകൊണ്ടിരുന്നു എന്നാ പറയാം. നല്ല ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു അല്ലെ? നമ്മൾ അങ്ങനെയല്ലേ മലയാളത്തിൽ പറയുക? ഈ കാറ്റടിക്കുക എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് തീരുന്ന പ്രോസസ് അല്ല. അപ്പൊ അത് നമുക്ക് ING ഫോം ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ലോജിക്കിലൂടെ പിടിച്ചിട്ടാണെങ്കിലും ING ഫോം എഴുതാം. വാസ് ബ്ലോയിങ് ഹെവിലി യെസ്റ്റർഡേ. ക്ലിയർ? ഓക്കെ. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ഗ്രാമർ സെഷനിൽ രണ്ട് ക്വസ്റ്റ്യനെ ഫോളോ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതുവരെ ഈ 14 രണ്ട് സെഷൻ വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ അതിനകത്തൊരു റീഡിംഗ് പാസേജ് ഉണ്ട്, അതിന്റെ ആൻസറുകൾ നിങ്ങൾ കണ്ടെത്തണം. ഈ പറയുന്ന ഗ്രാമറിലെ ഈ രണ്ട് ക്വസ്റ്റ്യനും ജസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക, അതിന്റെ ആൻസർ അത്രയും നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. മറ്റൊന്നിനല്ല, എക്സാം തലേന്ന് നിങ്ങൾക്ക് അതൊന്ന് മറിച്ചു നോക്കാൻ നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം, ഇത് കണ്ടിന്യൂസ് ആണ് അതുകൊണ്ട് ഈ ആൻസർ വന്നു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതി വെക്കാം. ജസ്റ്റ് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എബവ് 80%. എന്റെ ബാച്ചില് അധികം പേർക്കും എബവ് 80% മാർക്ക് കിട്ടാറുണ്ട് ഇംഗ്ലീഷിൽ, ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിൽ മാത്രമാണ് അങ്ങനെ ഒരു ഹോപ്പ് ഉള്ളത്. എനിക്ക് എന്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ. അല്ല മാം, അല്ല നമ്മളെ കാര്യം പറയുന്നത്, മാം എടുത്തിരുന്ന ക്ലാസ് അത്രയും ക്ലിയർ ആയതുകൊണ്ട് ലെസൺ നമുക്കൊന്ന് ജസ്റ്റ് വായിക്കുമ്പോഴത്തേക്കാണ് എല്ലാം അത് മെമ്മറിയിൽ വരുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിനെ പറ്റി നമുക്ക് അതുകൊണ്ട് അത്ര പേടിയില്ല. ഗ്രാമറിന്റെ ഓക്കെ ഓക്കെ, ഗ്രാമറും ഈ ഒരു ഇനി വരുന്ന ഈ സെഷനിലൂടെ കടന്നു പോകുമ്പോ ഗ്രാമറിന്റെ ഭാഗം കാരണം ഒരു ലെസൺ എടുക്കുന്നതല്ല, കഥ പറയുന്ന പോലെ എല്ലാം പറഞ്ഞിരുന്നോണ്ട് നമുക്ക് ആ മൈൻഡിൽ ഒരു സംഭവമായിട്ട് ഇങ്ങനെ എല്ലാം കിടക്കുന്നുണ്ട് ലെസൺ എല്ലാം. പറയാണ്ടിരിക്കാല്ല, സാറിനോട് എപ്പോഴും പറയുന്നുണ്ട് മാമിന്റെ നല്ല ക്ലാസ് ആണെന്നുള്ളത്. സാർ വരുമ്പോ എപ്പോഴും പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ചെറിയ ഡൗട്ട് അപ്പൊ ഇതൊരിക്കലും കഴിഞ്ഞിട്ട് ചോദിക്കാം. ചിലപ്പം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോൺ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ പുറത്തേക്ക് പോവും. കുഴപ്പമില്ല, വോയിസ് അയച്ചിട്ടുകൊണ്ട് ഞാൻ റിപ്ലൈ തന്നോളാം കേട്ടോ. ഈ സെക്ഷൻ ബിയുടെ കാര്യങ്ങളാണ് അതിന്റെ കോളത്തിൽ. സെക്ഷൻ ബി നിങ്ങൾ നോക്കേ വേണ്ട. വേണ്ട, ഓക്കെ 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 വേണ്ട, നമുക്ക് സെക്ഷൻ ബി ഇല്ല. നമ്മൾ പാർട്ട് 1 സെക്ഷൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. സെക്ഷൻ ബി കഴിഞ്ഞു.
സെക്ഷൻ ഇയിൽ ഇവിടെ നോക്കൂ, ഇവിടെയാണ് ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2 ഉണ്ട്. റിസപ്ഷനിസ്റ്റ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു, റിസപ്ഷനിസ്റ്റിന്റെ ഒരു ഏരിയ ഉണ്ട്, 2 പാർട്ടാണുള്ളത്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാല് വേണ്ട, അങ്ങനെയല്ലടാ, ഇതൊക്കെ വേണം, ഇതെല്ലാം നമ്മൾ പഠിക്കും, ഇതെല്ലാം നമ്മൾ നോക്കും. ഞാൻ പറഞ്ഞു വരുന്നത് സെക്ഷൻ ഇയില് റിസപ്ഷനിസ്റ്റ്, നമ്മളിപ്പോ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് റിസപ്ഷനിസ്റ്റിന്റെ 2ാമത്തെ ചാപ്റ്ററിലാണ് നിൽക്കുന്നത്. 4 ചാപ്റ്റർ ഉണ്ട്, 2ാമത്തെ ചാപ്റ്ററിലാണ് നിൽക്കുന്നത്. ഈ 2 ചാപ്റ്റർ, അതായത് ഇനിയും ഉണ്ട് ഒരു 3 ചാപ്റ്റർ. അതുപോലെ തന്നെ അതിൽ പാർട്ട് ബി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു 5 ചാപ്റ്റർ ഉണ്ട്. അപ്പൊ പാർട്ട് ബി നമ്മൾ നോക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഓപ്ഷൻ 1 ഇതവിടെ കണ്ടോ, ഓപ്ഷൻ 2. അപ്പൊ ഈ ഓപ്ഷൻ 2ന്റെ ആൻസർ നിങ്ങൾ എഴുതണ്ട, ഇത് വേണ്ട, ഇത് നമ്മൾ നോക്കുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ നോക്കൂ, 23 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയും ക്വസ്റ്റ്യൻ നമ്പർ നോക്കൂ, 23 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ, ഒന്ന് മതി. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റിസപ്ഷനിസ്റ്റ് ആണ്, അതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അതിൽ അതായത് 23, 24, 25 ഈ 3 ക്വസ്റ്റ്യനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് വേണ്ടുള്ളൂ. വീണ്ടും ഓപ്ഷൻ 2ല് 23, 24, 25 അത് നമുക്ക് വേണ്ട. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, കേട്ടോ. ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ശരി, അപ്പോ ഇന്നത്തെ ക്ലാസ് ഒരുപാടൊന്നും എടുത്തിട്ടില്ല, എക്സാം ടൈം ആവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഗ്രാമർ ഭാഗം ഇപ്രാവശ്യം പോവേണ്ടതായിട്ടുണ്ട്. ഗ്രാമർ ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പം അതിൽ കുറച്ച് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വെറുതെ വായിച്ചു പോയാൽ മാത്രം പോരാ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ ഫോക്കസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇനി അങ്ങോട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. ശരി, ഓക്കെ. അപ്പോ താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്തതിൽ റീഡിംഗ് പാസേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ബാക്കി ഗ്രാമർ ഭാഗങ്ങൾ നിങ്ങൾ ഒരുപാട് തലപോകിക്കണമെന്നില്ല, സമയം ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് ഒടിച്ചു നോക്കിക്കോളൂ, ഇല്ലെങ്കിലും നിർബന്ധമൊന്നുമില്ല. അടുത്ത ക്ലാസ്സിൽ അത് കംപ്ലീറ്റ് ആക്കി എടുത്തു തരാം, കേട്ടോ. ഓക്കെ മാം. ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചിലപ്പോൾ ഞാൻ ക്ലാസ് വെക്കും, നാളെ ഉണ്ടാവില്ല, മറ്റന്നാളെ കേട്ട്. നാളെ എന്റെ മോളുടെ 10th എക്സാം ഫിനിഷ് ആവണം, അവൾ CBSE പഠിക്കുന്ന മോളാണ്. അപ്പൊ നാളെ എക്സാം ഫിനിഷ് ചെയ്യണം, അപ്പൊ ചെറുതായിട്ട് അതിന്റെ ഒരു സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് നാളെ ബിസി ആയിരിക്കും. അപ്പൊ മറ്റന്നാളെ എങ്ങനെ സെയിം ടൈം പറ്റില്ല, കാരണം എനിക്ക് IELTS ക്ലാസ് ഉണ്ട്. സെയിം ടൈമിൽ എനിക്ക് IELTS ക്ലാസ് വരുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷ് ട്രെയിനറാണ്, CBSE ടീച്ചറാണ്, CBSE കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ. ഇംഗ്ലീഷ് സബ്ജക്ട് ഇംഗ്ലീഷ് തന്നെയാട്ടോ. അപ്പോ സെയിം ടൈം നൈറ്റിൽ എപ്പോഴെങ്കിലും ആയിരിക്കും, അതാവുമ്പോ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും തരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് പണ്ട് സ്കൂളിൽ ചെയ്ത് വെച്ചിട്ട് ഗ്രാമറിന്റെ ആൻസർ എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ റീസൺ ഇതാന്നുള്ളത് മാം ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴാണ് അറിയുന്നത്. നമ്മൾ ഗസ് ചെയ്യുമ്പോൾ ആൻസർ മിക്കവാറും ശരിയാവുന്നുണ്ട്, പക്ഷെ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമാണല്ലോ. ഞാൻ MPTC ഒക്കെ ചെയ്യുന്നത്, നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സബ്ജക്ട് ഉണ്ട്, അതിലും ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ട്. എന്നാലും ഇത് ഭാവിയിൽ ആവശ്യമില്ല. അപ്പൊ മാം പറയുമ്പോഴാണ് ഇതാണ് റീസൺ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയുന്നത്. മിക്കവാറും ഗസ് ചെയ്യുമ്പോൾ ആൻസർ ശരിയായിട്ട് വരുന്നുണ്ട്. ഒരു അസുഖം വരുമ്പോ ഒരു ഡോക്ടർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ കാരണം അറിഞ്ഞിട്ടായിരിക്കണം എന്തുകൊണ്ട് അസുഖം വന്നു. അപ്പൊ ഞാനൊക്കെ പഠിച്ച സമയത്തും വെറുതെ കാണാപ്പാടം പഠിക്കുമായിരുന്നു. ഹാസ് ലീവ്ഡ്, ഹാഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് കാണാപ്പാടം പഠിക്കുമായിരുന്നു. പക്ഷെ അത് തെറ്റാണ്, ആ സിസ്റ്റം തെറ്റാണ്. നമ്മൾ സിറ്റുവേഷൻ മനസ്സിലാക്കി, റീസൺ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മറക്കുകയില്ല. ഓക്കെ മാം, താങ്ക് യു. അടുത്ത ക്ലാസ് ടേക്ക് കെയർ. ശരി ശരി. Thank you very much. Thank you. Thank you, ma'am. Thank you so much.